വർധനവ് വോട്ടിൻ്റെ വിഹിതത്തിൽ ഗണ്യമായി ഉണ്ടായത് BJPക്കാണ്. ഗണ്യമായ കുറവുണ്ടായത് LDFനാണ്. ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാക്കേണ്ട കാര്യമല്ലല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം. മുഖ്യമന്ത്രി ചിരിച്ചതുപോരാ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. നിലപാടുകളുള്ള ആളുകൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. 8 വർഷം മുമ്പാണ് മഹാപ്രളയം ഉണ്ടാകുന്നത്, 2018. ഈ 8 വർഷത്തിൻ്റെ നിയമസഭയിൽ നിരവധി തവണ അദ്ദേഹം പ്രസംഗിപ്പിച്ചപ്പോഴും മറ്റാരും പ്രസംഗിച്ചപ്പോഴോ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ദിവസം എടുത്തിടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഈ കേരളത്തിലെ ഡാമുകളിൽ ചെറിയൊരു ശതമാനം മാത്രമേ വകുപ്പ് കൈകാര്യം ചെയ്തുള്ളൂ. കൂടുതൽ കൈകാര്യം ചെയ്തത് മറ്റ് വൈദ്യുതി വകുപ്പാണ്. മുൻ മന്ത്രിയും തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന മാത്യു ടി തോമസാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോയത്? 2 സ്ഥാനാർത്ഥികൾ എന്നേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചതുകൊണ്ടാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ ലളിതമല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ വലിയ തോതിലുള്ള UDFന് അനുകൂലമായി ഒരു വോട്ടുണ്ടായി. പക്ഷേ തിരുവല്ലയിൽ ഞാൻ കഴിഞ്ഞ 2021 മത്സരിക്കുമ്പോൾ ജയിച്ച 11,000 വോട്ട്, 11,400 വോട്ടിന് ജയിച്ച സമയത്തെ, അത്രയും ഭൂരിപക്ഷത്തിന് ജയിച്ച സമയത്തെ വോട്ടുകളേക്കാൾ UDF 1,000-1,500 വോട്ടേ കൂടുതൽ നേടിയിട്ടുള്ളൂ. എന്നാൽ അതേസമയം തന്നെ LDFൻ്റെ വോട്ട് 20,000 വോട്ട് കുറഞ്ഞു. വർധനവുണ്ടായത് BJPക്കാണ്. BJPക്ക് വർധനവുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് പരിശോധന നടക്കണം. പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് മാത്രമല്ല, വലിയ തോതിലുള്ള സമ്പത്തിൻ്റെ ഒഴുക്ക്, പ്രലോഭനങ്ങൾപ്പെടുത്താനുള്ള ശ്രമം, മതസാമുദായിക സംഘടനകളെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തിയ വളരെ അധികം പരിശ്രമങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ വോട്ടുകൾ ഇത്രമാത്രം അറിയും എന്ന് തോന്നിയിരുന്നില്ല. അതടക്കമുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പരിശോധിക്കട്ടെ. വർധനവ് വോട്ടിൻ്റെ വിഹിതത്തിൽ ഗണ്യമായി ഉണ്ടായത് BJPക്കാണ്. ഗണ്യമായ കുറവുണ്ടായത് LDFനാണ്. UDFൻ്റെ കഴിഞ്ഞ വോട്ടിനേക്കാൾ 1,000-1,500 വോട്ട് മാത്രമാണ് അധികമായി കിട്ടിയത്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത്തവണ UDFന് അനുകൂലമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനുണ്ടാകുന്ന ഘടകങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഭരണവിരുദ്ധ വികാരമായി എന്നെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാകണം. ഒരു മന്ത്രിക്കെതിരെ പോലും കൃത്യമായ അഴിമതി ആരോപണമില്ല. ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളടക്കം പ്രയാസങ്ങൾ, മഹാമാരി അടക്കം ഉണ്ടായപ്പോൾ അതിനെ ഫലപ്രദമായി നേരിട്ടിരിക്കുന്നു. അപ്പോൾ എക്കാലത്തേക്കാളും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തിയ ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. 2 ഗവൺമെൻറ്റുകളും. അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരത്തിനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാക്കേണ്ട കാര്യമല്ലല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം. മുഖ്യമന്ത്രി ചിരിച്ചതുപോരാ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. നിലപാടുകളുള്ള ആളുകൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. തെറ്റായ, ശരിയല്ലാത്ത വഴികൾ കാണുമ്പോൾ കയർത്തുന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടി ഉണ്ടാകേണ്ടുന്ന ഒരു ഘടകവും ഈ 10 വർഷത്തിനിടയിൽ ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു അഴിമതി ആരോപണവും രേഖാമൂലം ഉന്നയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ശീലം മാറി വരുന്നു. ആ രീതികൾ മാറി വരുന്നു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് വലിയ മാറ്റമുണ്ടാവുകയും ജനങ്ങളെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകാരികമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അവിടെ കൂടുതലായി ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലും മതം ഉണ്ടാകാം, രാഷ്ട്രീയ ജാതി ചിന്തകളുണ്ടാകാം, പണത്തിൻ്റെ സ്വാധീനം ഉണ്ടാകാം, തെറ്റായ പ്രചരണങ്ങളുണ്ടാകാം, വികലമായ പ്രചരണങ്ങൾ. ഇപ്പോൾ ഞാൻ ഇവിടെ വലിയ വികസന മുരടിപ്പം തിരുവല്ലയിൽ എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 20 വർഷക്കാലം കേരളം ഉണ്ടായതിനു ശേഷം, 57-ന് ശേഷം ഈ 10-70 വർഷത്തിലധികം, 70ഓളം വർഷം, 70 അല്ലല്ലോ, 57-ന് ശേഷം 70 വർഷം, ഈ 20 കൊല്ലം നടന്ന വികസന പ്രവർത്തനം ബാക്കി 50 കൊല്ലത്തിൽ നടന്നിട്ടില്ല. എന്തായാലും വികസനം മുരടിപ്പെന്ന ഒരു പ്രചരണം. അപ്പോൾ പ്രചരണപരമായി, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൂടെയും ഒക്കെയായി നടത്തിയ വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങൾ, അങ്ങനെയുള്ള ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ജനങ്ങൾ അധിവസിക്കുന്ന കേരളം പോലെയുള്ള നാട്ടിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അപഗ്രഥിച്ച് വോട്ട് ചെയ്യുന്ന യഥാർത്ഥ ജനാധിപത്യ രീതിയിലേക്ക് നാം തിരികെ എത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA തെരഞ്ഞെടുപ്പ് ആ സമയത്ത് ഒരു ആരോപണം അങ്ങക്കെതിരെ ഉന്നയിച്ചിരുന്നു. 2018 മഹാപ്രളയവുമായി ബന്ധപ്പെട്ടാണ്. അത്
തൊട്ടടുത്ത ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്കൊരു ക്ഷീണം വന്നതായി കരുതുന്നുണ്ടോ? ഏതായാലും ഞാനിപ്പോൾ തോറ്റ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ തോൽപ്പിക്കാനുള്ളൊരു ഘടകമായി മാറി എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ക്ഷീണം വരുത്തിയിട്ടുണ്ടാകാം. എനിക്ക് അതിൻ്റെ അകത്തുണ്ടായൊരു ബുദ്ധിമുട്ട് 8 വർഷം മുമ്പാണ് മഹാപ്രളയം ഉണ്ടാകുന്നത് 2018. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിന് മറുപടി പറയാനുള്ള എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട്. പക്ഷേ അത് തിരുവനന്തപുരത്ത് ഓഫീസിലാണ്. ഒരിക്കലും ഈ സമയത്ത് 2021 തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയം ഈ 8 വർഷത്തിൻ്റെ നിയമസഭയിൽ നിരവധി തവണ അദ്ദേഹം പ്രസംഗിപ്പിച്ചപ്പോഴും മറ്റാരും പ്രസംഗിച്ചപ്പോഴോ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ദിവസം എടുത്തിടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ മുറി വെക്കേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ എല്ലാ റെക്കോർഡുകളും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 8 കൊല്ലം മുമ്പായോട് ഞാനും ഒന്ന് വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷൻ കേന്ദ്ര ജല കമ്മീഷനും കൃത്യമായി വിവരം ചേർത്ത് അതിൻ്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചെന്നൈ IITയുടെ റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടുകളും എൻ്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അതോടൊപ്പം തന്നെ വലിയ രസകരമായ കാര്യം 1924 ഓഗസ്റ്റ് മാസത്തിലെ മലയാള മനോരമ പത്രം എൻ്റെ കൈവശമുണ്ട്. 1920 100 കൊല്ലം പഴക്കമുള്ള പത്രം. ആ വെള്ളപ്പൊക്കം അന്നുണ്ടായി. 99 വെള്ളപ്പൊക്കം ഉണ്ടായി. 99 മലയാള വർഷം 99 ഉണ്ടായ വെള്ളപ്പൊക്കം ഉണ്ടായ അതേ സ്ഥലങ്ങളിലാണ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് ആ പത്രം വായിക്കുമ്പോൾ അറിയാം. ആ പത്രം എൻ്റെ കൈവശമുണ്ട്. ഞാൻ ആ പത്രവും റിപ്പോർട്ടുകളും ഒന്ന് പഠിച്ച് ഒന്ന് തയ്യാറാക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മറ്റ് ചില സംവിധാനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് എത്തിച്ചിട്ടുണ്ട്. സെൻട്രൽ എന്തായാലും ഉടൻ തന്നെ ഒരു മറുപടി ആ കാര്യത്തിൽ നൽകും. ഉടനെയല്ല, അതിപ്പോൾ ഉടനെ എടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനില്ലല്ലോ. കൃത്യമായി അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി സംക്ഷിപ്ത രൂപമെടുത്ത് അതിൻ്റെ ഒരു വിശദമായ മറുപടി നവമാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ ജനങ്ങളുമായി പങ്കുവയ്ക്കണം. കാരണം തെറ്റിദ്ധരിച്ച ആളുകൾ ഇരിക്കാൻ പാടില്ല. അപ്പോൾ 1999 വെള്ളപ്പൊക്കത്തിൽ 1924 വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് ഡാമുകളൊന്നും ഇല്ലല്ലോ. എന്ന് മാത്രം അതിൽ രസകരമായ കാര്യം, ഈ കേരളത്തിലെ ഡാമുകളിൽ ചെറിയൊരു ശതമാനം മാത്രമേ വകുപ്പ് കൈകാര്യം ചെയ്തുള്ളൂ. കൂടുതലും കൈകാര്യം ചെയ്യുന്നത് മറ്റ് വൈദ്യുതി വകുപ്പാണ്. പ്രധാനമായും അന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നില്ല എന്നാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് മാസം 15 ശേഷമാണ്. തോട്ടപ്പള്ളി സ്പിൽവേ ജൂലൈ മാസം തന്നെ തുറന്നു വെച്ചിരുന്നു എന്ന് നിയമസഭയിൽ പിന്നീട് വന്ന മന്ത്രി രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. അതടക്കം എൻ്റെ കൈവശമുണ്ട്. അത് നിയമസഭയിൽ നൽകിയ മറുപടിയാണ്. അപ്പോൾ അതൊരു അവസാന നിമിഷത്തിലൊരു വെടിപൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതൊരു ധാർമ്മികമായി ശരിയായില്ല. കാരണം മറുപടി പറയാൻ സമയം കൊടുക്കാതെയും ഈ 8 വർഷം നിയമസഭയിൽ ഉന്നയിക്കാതെയും 21 തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതെയും 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 19 പാർലമെൻറ്റിലും 24 തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യാതെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന അവസാന നിമിഷത്തിൽ രേഖകളെല്ലാം ഞങ്ങളുടെ കൈവശം തിരുവനന്തപുരത്തുണ്ടെന്ന് ഉറച്ചു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു അധാർമികതയാണ് അക്കാര്യത്തിലുണ്ടായത്. ഒരു മര്യാദയില്ലാത്ത ഒരു പ്രചരണ പരിപാടിയായിപ്പോയി. ഇപ്പോൾ RJDയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയോട് തന്നെ പറഞ്ഞത് ഇനിയുള്ള നാളുകളിൽ ജനതാ പാർട്ടികൾ ഒന്നിക്കണം. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളോടൊപ്പം ജനതാ പാർട്ടി ഒന്നിക്കണമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുണ്ട്. ജനതാ പാർട്ടിയാണല്ലോ. പഴയ ജനതാ പരിവാർ എന്ന് പറയുന്നത് 1977 അടിയന്തരാവസ്ഥ കാലത്ത് രൂപപ്പെട്ടതാണ്. അത് ജനസംഘം കൂടി ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ ജനതാ പാർട്ടികൾക്കും യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾ നേരത്തെ എടുത്തിരുന്ന നിലപാട്, അതായത് ദേവഗൗഡ ഞങ്ങളുടെ പാർട്ടി പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് എടുത്ത നിലപാട്, കോൺഗ്രസ് ഇതര BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നവർ ഒന്നിക്കണം തന്നെയാണ്. അതിനുവേണ്ടി ദേവഗൗഡ തന്നെ ചില ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ദേവഗൗഡ തന്നെ BJPയോടൊപ്പം പോയി ഇന്ത്യയോട്. അതുകൊണ്ട് പിന്നെ ആ ഘട്ടത്തിൽ നിന്ന് മാറി. ഇടയ്ക്ക് ഈ പ്രയാസമുണ്ടായത് RJD എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വേറൊരു രൂപത്തിൽ UDFിലേക്ക് ഇടയ്ക്ക് പോയതുകൊണ്ടാണ്. 2009 ഒരു പാർലമെൻറ്റ് സീറ്റ് കിട്ടിയില്ല എന്ന ന്യായം പറഞ്ഞാണെങ്കിലും അവർ UDFിലേക്ക് പോവുകയും 2011 തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഭാഗമായി മത്സരിക്കുകയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അവരുടെ പ്രതിനിധി ഉണ്ടാകുകയും വേറെ രൂപത്തിലാണ്, വേറെ പാർട്ടി പേരിലാണ്. അതിനുശേഷമാണ് RJDയിൽ അവസാനം ലയിച്ചത്. അപ്പോൾ UDFിലേക്ക് അവർ പോയത് ഒരിക്കലും ഈ കോൺഗ്രസ് ഇതര BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അത് ഇനിയാണെങ്കിലും ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നല്ലതാണ്. പക്ഷേ കഴിഞ്ഞ നാളുകളിലെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾക്കൊരു ഇടം കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സോഷ്യലിസ്റ്റുകൾ പല ചേരിയിലായിപ്പോയി. ചിലർ കോൺഗ്രസിനോടൊപ്പമായി, ചിലർ ഇടതുപക്ഷത്തോടൊപ്പമായി, ചിലർ BJPയോടൊപ്പമായി. ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകൾ BJPയോടൊപ്പമായി. നിതീഷ് കുമാർ BJPയോടൊപ്പം പോയി.
അങ്ങനെ കുറേ സോഷ്യലിസ്റ്റുകൾ BJP-യോട് ഒപ്പവും, കുറേ സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസിനോടൊപ്പവും, കുറേ സോഷ്യലിസ്റ്റുകൾ ഇടതുപക്ഷത്തോടൊപ്പം എന്ന രീതിയിലേക്ക് മാറി. അത് മഹത്തായ സോഷ്യലിസ്റ്റ് ആദർശങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നേതാക്കൾ പോയതിൻ്റെ പരിണതഫലം എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു സ്വാഭാവികമായ ഇടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ന്. അതുകൊണ്ടാണ് വീരേന്ദ്രകുമാർ അടക്കം ആളുകൾ പോയപ്പോഴും ഞങ്ങൾ പോകാതെ നിലപാടിൽ തന്നെ തുടർന്നു. ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ച സജീവമായി നടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ അങ്ങേക്ക് എന്താ തോന്നുന്നത്? അവർ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചർച്ച നടക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മത്സരം തുടർന്നും അങ്ങോട്ട് ഉണ്ടാകാനാണ് സാധ്യത. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്. ആർശങ്കറിൻ്റെ കാലം മുതൽ കരുണാകരൻ വന്നുണ്ടായിരുന്ന സമയത്ത് കരുണാകരനെ മാറ്റി ഏക്കാനി വന്ന സമയത്ത് ഏക്കാനി മാറ്റി ഉമ്മൻചാണ്ടിയായി. 11 തൊട്ട് 16 വരെയുള്ള സമയത്താണ് മാറ്റമില്ലാതൊരു ഭരണം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തുടർച്ച 82 തൊട്ട് 87 വരെ ഉണ്ടായി. അതിനുശേഷം അതുകൊണ്ട് ഈ പ്രാവശ്യം ആരെ തിരഞ്ഞെടുത്താലും ആ പ്രക്രിയ തുടരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിനകത്ത് ഈ തർക്കങ്ങൾ ഇനിയും തുടരും. തർക്കം തുടരുന്ന തരത്തിലേക്ക് പോയല്ലോ, തെരുവിലേക്കായല്ലോ. ഞങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് എല്ലാവരും പറയുമ്പം തന്നെ ഇന്ന ആളെ ആക്കിയില്ലെങ്കിൽ പ്രശ്നമാണെന്ന് തെരുവിലേക്ക് പ്രകടനങ്ങളായല്ലോ. ഒരു സംഘടനാപരമായ ഒരു കൃത്യത, ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു കെട്ടുപാട് വളരെ കർക്കശമായി ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാലും ഇത്രമാത്രം അയഞ്ഞൊരു സമീപനം പാടില്ല. അണികളൊക്കെ തെരുവിലിറങ്ങുകയും MLA-മാർ പറയുന്ന അഭിപ്രായങ്ങൾ പരസ്യമായി പുറത്തു വരികയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നല്ലതല്ല. അത് കോൺഗ്രസ് ശൈലി അങ്ങനെ ആയിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ ചില ഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 82-ൽ കരുണാകരനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ല. 96-ൽ കരുണാകരനെ തിരഞ്ഞെടുത്തെങ്കിലും ഇടയ്ക്ക് വെച്ച് 96-ലല്ലോ 91-ൽ കരുണാകരനെ തിരഞ്ഞെടുത്തെങ്കിലും ഇടയ്ക്ക് വെച്ച് മാറി ഉമ്മൻചാണ്ടി ഏക്കാനെ ആക്കേണ്ടി വന്നു. അപ്പോൾ അത് ഒരു സ്ഥിരതമായ ഒരു മുന്നോട്ട് കൊണ്ടുപോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിരിച്ചു വരുമെന്നാണ് കേരളത്തിൽ. അങ്ങ് അങ്ങനെ കരുതുന്നുണ്ടോ? ചിട്ടയായ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തി തുറന്ന മനസ്സോടെ ആ പ്രശ്നങ്ങളെ സമീപിക്കുവാൻ തയ്യാറായാൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് സാധ്യത. ഇനിയിപ്പോൾ കേന്ദ്രം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയില്ലല്ലോ. 1 നേഷൻ 1 ഇലക്ഷൻ എന്ന ആശയമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റേതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വരും. മൊത്തം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കുക എന്ന BJP-യുടെ തന്ത്രത്തിന് വേണ്ടി അവർ ഉപയോഗിക്കാൻ പോകുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്ന് അറിയാൻ കഴിയില്ല. അവിടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടോടുകൂടി തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ വിശ്വാസമുണ്ട്. മറ്റ് ഘടകങ്ങൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാത്ത തരത്തിൽ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ വേരോടുന്ന തരത്തിലേക്ക് വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി ഏറ്റെടുക്കേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ NDA-യുടെ ഭാഗത്തു നിന്നും ഒരു സമ്പത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാക്കപ്പെട്ടു. അതുകൊണ്ടാണ് തനിക്ക് പരാജയം സംഭവിച്ചത്. ഒപ്പം തന്നെ UDF-ന്റെ വോട്ടിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു വലിയ വർധനവൊന്നും ഇക്കുറി 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നും മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.